നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു എഗ്ഗ് മസാല ദോശയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് കറക്റ്റ് ഒരു അളവ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുട്ടയുടെ എണ്ണ കൂട്ടാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. മുട്ട, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില, തക്കാളി, പിന്നെ ഇതിലേക്കുള്ള മസാല എടുത്തിരിക്കുന്നത് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്ലേവർ അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് വേണമെങ്കിൽ ഗരം മസാല എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അതുപോലെ കുരുമുളക് പൊടി ഞാൻ നല്ല ഫൈനലി ആയിട്ട് പൊടിച്ചതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരുപാട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നില്ല. കുരുമുളക് പൊടി ഒഴികെ ബാക്കി എല്ലാ മസാലയും നമ്മൾ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നിന് സെപ്പറേറ്റ് ആയിട്ട് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അത് കാരണം അതിനൊന്നും ഒരു കറക്റ്റ് അളവില്ല, നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് ആവശ്യം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇത്രയാണ് ആവശ്യം. പിന്നെ ഇതിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്റർ, മാവാണ്, ദോശമാവ്. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശമാവ് ഇതിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുക. കാരണം മൈദയും അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ പൊടിയും ചേർത്തിട്ട് നമ്മൾ അപ്പം തന്നെ തയ്യാറാക്കുന്ന ദോശയിൽ നമ്മൾ ഇതുപോലെ മുട്ട ഒഴിച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് അതിനെക്കാട്ടിലും നല്ലത് ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ട് വെച്ചാൽ മൈദ ഉപയോഗിച്ചാൽ അത്ര ഹെൽത്തി അല്ല. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് നമ്മുടെ ദോശമാവ് ശരിക്കും നമ്മൾ തയ്യാറാക്കുന്ന ഉഴുന്നും പച്ചരിയും ചേർന്നുണ്ടാക്കുന്ന ദോശമാവ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ദോശമാവ് ബാക്കി വരുമ്പോൾ നമുക്ക് അതിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ ദോശമാവിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് കാരണം തന്നെ ചിലപ്പോൾ ഇത്തിരി പുളി കൂടും, ഓരോ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ ദോശമാവിന് പുളി കൂടുതലാണ് വെച്ചെങ്കിൽ നമ്മൾ അതൊന്ന് കുറയ്ക്കണം. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം പുളി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ഒരു കയ്യിൽ അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദോശമാവ് ഈ ദോശമാവിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് നന്നായി ചൂടാക്കുക. അപ്പം നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഇത് പരത്തുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിടാം. അതുവരെ നന്നായി ചൂടാവാൻ വേണ്ടി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാൻ. അപ്പം മാക്സിമം ഒരുപാട് നൈസായിട്ട് പരത്തണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട ഇതിൻ്റെ മുകളിൽ കിടന്ന് വെന്ത് വരണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ കുറച്ച് നേരം സിമ്മിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കണം. അപ്പോൾ അത് കാരണം അടിയിലത്തെ ദോശമാവ് ഒരുപാട് കനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നാൽ ഒരുപാട് കനത്തിലും ആക്കാൻ പാടില്ല, മീഡിയം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരട്ടെ. ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതൊന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്കിപ്പോൾ ഞാനിതിൽ 2 എണ്ണം പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടി നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ സവാളയൊക്കെ അരിയുമ്പോൾ നന്നായി നൈസായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കണം. നമുക്ക് ഇതിനകത്ത് കിടന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് കനത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പുളിയൊക്കെ അങ്ങനെ തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാവിൽ മറ്റുള്ളതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തക്കാളി അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയാലും മതി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ കുറച്ച് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, ഇതെല്ലാം നമുക്കിതിലേക്ക് പരത്തി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം.
അപ്പോൾ അതുപോലെ തന്നെ ബട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ അവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്. കുറച്ച് നമുക്ക് അത്യാവശ്യം ഈ മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ബാറ്ററിൽ അത്യാവശ്യം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം മുട്ടയിൽ ഈ ബാക്കിയുള്ള ഐറ്റംസിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ബട്ടറിൽ അത്യാവശ്യം ഉപ്പുണ്ട്, അത് കാരണം ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെ കുരുമുളക് പൊടി ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി അധികം ചേർക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് അധികം എരിവ് അത്ര ഇതാവില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം, ആവശ്യമുള്ളവർക്ക് വലിയവർക്ക് മാത്രം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അത് കാരണമാണ് അത് ഞാൻ വേറെ മാറ്റി വെച്ചത്. അപ്പോൾ ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. തന്നെ മെൽറ്റായി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. അപ്പോൾ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവാതെ ഇതെല്ലാം വെന്ത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് പുറമേ നിന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ, അത് കാരണം തക്കാളിയും സവോളയൊക്കെ പകുതി വേവിൽ ഇങ്ങനെ നമ്മൾ മറിച്ചിട്ട് നിന്നിട്ട് നല്ല കഴിക്കുക. ഇതുപോലെയാണ് കഴിക്കുക. പക്ഷെ നമുക്കൊന്ന് വീട്ടിലൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ അത് താല്പര്യമില്ലാത്തവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗമെല്ലാം നന്നായി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് കിടന്ന് വെന്ത് വരട്ടെ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരുവിധമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയായി സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്